അസ്സലാമു വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒത്തിരി ഇഷ്ടപ്പെട്ട എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ, ഒന്ന് ഗോബി മഞ്ചൂരിയൻ്റെ വീഡിയോ കൂടെ ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇതാ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മഞ്ചൂരിയൻ നമുക്ക് ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും നെയ്ച്ചോറിന് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ സൈഡായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എന്നാൽ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചില ആളുകളൊക്കെ ഈ ഒരു കോളിഫ്ലവർ 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ആ ഒരു കോളിഫ്ലവർ മൊത്തമായിട്ടും ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അങ്ങ് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് കോട്ടിങ്ങിനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ വെള്ളം ചേർക്കുമ്പം ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാരിനേറ്റിനുള്ള ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ നല്ലോണം ഒന്ന് വാഷ് ചെയ്യുക. ഒരു 3 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് പോയ ശേഷം നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ. ഓവർ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവറിലോട്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും 2 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പം ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. നല്ല കുഞ്ഞു പീസാക്കാണ്ട് ഇതുപോലെ ക്യൂബ് സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് മാത്രം മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചട്ടിയിലോട്ട് ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ഇത്രയും മാത്രം മതി. ഓയിൽ നല്ല രീതിക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് എത്രയാണോ ചേർത്തത് അതിൻ്റെ നേർ പകുതിയായിട്ട് സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോൾ ടൊമാറ്റോ സോസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ നേർ പകുതി തന്നെ സോയ സോസ് ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മഞ്ചൂരിയനുള്ള സോസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കോളിഫ്ലവർ ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഈ ഒരു കോളിഫ്ലവർ കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതല്ല ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 തവണയായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ബാക്കി വരുന്ന ഓയിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം.
അപ്പം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഓയിലിൻ്റെ അളവ് കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇതാ ഇത്രയും മാത്രമാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓയിലിലാണ് നമ്മൾ ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടായ ശേഷം ആ ഒരു ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കിതിലോട്ട് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ ഒക്കെ ഹൈ ഫ്ലെയിമിലെല്ലാം ആക്കി കൊടുക്കുക അതുപോലെ കേട്ടോ. ഇനിയിപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിൽ സോയ സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് എന്താ പറയുക, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോസും കൂടെ ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സോസും അതുപോലെ തന്നെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ല രീതിക്ക് സെറ്റായി കിട്ടും കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടി കൂടി തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഒരുപാട് ഗ്രേവി ടൈപ്പിലാക്കി എടുക്കുന്നില്ല, എനിക്ക് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ പുറത്തുനിന്നൊക്കെ പോയി കഴിക്കുന്ന അതേ രീതിയിൽ കിട്ടണം, കുറച്ച് ഗ്രേവി ടൈപ്പിൽ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് കുറച്ചുകൂടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ ഈ മിക്സിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ അടച്ച് വെച്ച് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം വെച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്ത എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ സില്ലാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.